ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് gbljobs.com എന്ന വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഒരു ജോബ് സീക്കറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ എങ്ങനെയാണ് അവരുടെ CV ആഡ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്യാം. gbljobs. ഓക്കെ, gbljobs.com. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇതിൽ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കാണിക്കുക. ഇതിൽ 3 പാനൽസ് ആണ് വരുന്നത്: ജോബ് സീക്കർ, എംപ്ലോയർ, ഫ്രാഞ്ചൈസി. ഓക്കെ, ഒരു ജോബ് സീക്കർ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ജോബ് സീക്കർ എന്ന ഈ ഒരു പാനലാണ്. ഓക്കെ, അപ്പോൾ ജോബ് സീക്കർ സൈൻ അപ്പ് ചെയ്യാം. അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കാണിക്കുക. ഇതിൽ ഫുൾ നെയിം, മെയിൽ അഡ്രസ്സ്, അതേപോലെ മൊബൈൽ നമ്പർ, പാസ്വേഡ് കൺഫേം ചെയ്യാൻ, ദെൻ റെഫറൽ കോഡ്, ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാം, ദെൻ ലാസ്റ്റ് എഗ്രി ചെയ്യാം. ഓക്കെ, നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെയിം, മെയിൽ അഡ്രസ്സ് കൊടുക്കുക. മെയിൽ അഡ്രസ്സ് കൊടുക്കുക, ദെൻ മൊബൈൽ നമ്പർ, ദെൻ ഒരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അത് പാസ്വേഡ് ഷോ ചെയ്തൊക്കെയുള്ള ഓപ്ഷൻ. ദെൻ റെഫറൽ കോഡ്. ഈ ഒരു റെഫറൽ കോഡ് നിങ്ങൾ ഈ കമ്പനി സൈഡിൽ നിന്ന് ആരുടെയും അടുത്തിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിൽ ജോബ് സീക്കർ രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് അവരെ റെഫറൽ കോഡ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, ആ റെഫറൽ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ അഗ്രി കൊടുക്കുക. ഓക്കെ, റെഫറൽ കോഡ് ഓപ്ഷണൽ ആണ്. ദെൻ ക്രിയേറ്റ് അക്കൗണ്ട്. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ID-ലോട്ട് ഒരു OTP പോവും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുത്തിട്ടുള്ള മെയിലിലോട്ട് വന്നിട്ടുള്ള ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, ദെൻ വെരിഫൈ ഇമെയിൽ എന്ന് കൊടുക്കാം. ഈ വെരിഫൈ ഇമെയിലിന് കൊടുക്കുന്നതിലൂടെ നമ്മൾ ആ ജോബ് സീക്കറെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാണ് അവരുടെ പ്രൊഫൈൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ജോബ് സീക്കറെ CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ക്രിയേറ്റ് റെസ്യൂമെ എന്ന് എടുക്കാം. ഓക്കെ, ക്രിയേറ്റ് റെസ്യൂമെ എന്ന് എടുക്കുമ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും കാണിക്കാം. ഇതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ്, ബേസിക് ഇൻഫർമേഷൻസ് ആവും ഫസ്റ്റിൽ കാണിക്കുന്നത്. ഓക്കെ, നെയിം, മെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പ്രൊഫൈൽ സമ്മറി. ഓക്കെ, ദെൻ ലൊക്കേഷൻ, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, പിൻകോഡ്. ഓക്കെ, ഈ ഒരു ലൊക്കേഷൻ്റെ ഏരിയ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യണം, എന്നാലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെയിം, അതേപോലെ മെയിൽ ID, മൊബൈൽ നമ്പർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക, ജെൻഡർ. ഓക്കെ, പ്രൊഫൈൽ സമ്മറി കൊടുക്കുക. നിങ്ങളുടെ CV-യിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആ ഒരു പ്രൊഫൈൽ സമ്മറി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ഒരു ലൊക്കേഷൻ്റെ ഏരിയ നിങ്ങൾ ഫില്ല് ചെയ്യുക. ലൊക്കേഷൻ, ദെൻ കൺട്രി, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. താലൂക്ക് സെലക്ട് ചെയ്യുക. പിൻകോഡ് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ്, ബേസിക് ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, CV-യിലെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുക.
ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് എഡ്യൂക്കേഷൻ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഫീൽഡ് ഓഫ് സ്റ്റഡി, ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രി. ഓക്കെ, ഫീൽഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്കൂൾ നെയിം. ഓക്കെ, സിറ്റി, സ്റ്റേറ്റ്, ബോർഡ്, അതേപോലെ സ്റ്റാർട്ട് ഇയർ, എൻഡ് ഇയർ. ഓക്കെ, ആ ഒരു ഫീൽഡിലെ ഗ്രേഡ്. ഓക്കെ, ഇതെല്ലാം എൻ്റർ ചെയ്യാം. ബോർഡ് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ഇയർ, എൻഡ് ഇയർ കൊടുക്കാം. ഓക്കെ, ഗ്രേഡ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റിലെ എഡ്യൂക്കേഷൻ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ആഡ് എഡ്യൂക്കേഷൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ എൻ്റർ ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂട്ട്, സിറ്റി കൊടുക്കുക. സ്റ്റാർട്ട് ഇയർ, എൻഡ് ഇയർ കൊടുക്കുക. അതേപോലെ ഗ്രേഡ് കൊടുക്കുക. ഓക്കെ, ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഫീൽഡ് ഓഫ് സ്റ്റഡി കൊടുത്തു, ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു, ദെൻ സിറ്റി, സ്റ്റേറ്റ്, ബോർഡ്, സ്റ്റാർട്ട് ഇയർ, എൻഡ് ഇയർ കൊടുക്കുക. ദെൻ ആഡ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്കിനി അടുത്ത ഫീൽഡ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് എഡ്യൂക്കേഷനിൽ എന്ത് ചെയ്യുക, വീണ്ടും ഇതേപോലെ എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുക, ആഡ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സി വിയിൽ ആഡ് ചെയ്യുക. ഈ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് സെലക്ട് ചെയ്യുക. ഓക്കെ, ആഡ് കൊടുക്കുക, ആഡ് ലാംഗ്വേജ് എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാംഗ്വേജ് ആഡ് ചെയ്യുക. ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി കൊടുക്കുക, ആഡ് ലാംഗ്വേജ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലാംഗ്വേജ് കൊടുക്കുക. ഓക്കെ, പ്രൊഫഷൻസി, സെലക്ട് പ്രൊഫഷൻസി, ദെൻ ആഡ് ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ് സ്കിൽസ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് സ്കിൽസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യുക, സ്കിൽസ് ആഡ് ചെയ്യുക. ഓക്കെ, സ്കിൽസ് ആഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദെൻ ആഡ് സ്കിൽ കൊടുക്കുക. നെക്സ്റ്റ് സ്കിൽ ആഡ് ചെയ്യാൻ ആഡ് സ്കിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സ്കില്ല്. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ സ്കിൽസ് എല്ലാം ആഡ് ചെയ്ത് പോവുക. ദെൻ നെക്സ്റ്റ് ലൈസൻസ് ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈസൻസ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക.
ഓക്കെ. ലൈസൻസ് ടൈപ്പ്, ലൈസൻസ് നമ്പർ, ഇഷ്യൂയിങ് കൺട്രി, ഇഷ്യൂയിങ് അതോറിറ്റി, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്. ഓക്കെ. അതേപോലെ ലൈസൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ലൈസൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ലൈസൻസ് ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സർട്ടിഫിക്കേഷൻ. ഓക്കെ. സർട്ടിഫിക്കേഷൻ, ആഡ് ന്യൂ സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ്റെ നെയിം ആഡ് ചെയ്യുക, ഇഷ്യൂവർ, ഇയർ ഒബ്റ്റൈൻഡ്. ഓക്കെ. ദെൻ നിങ്ങൾക്ക് മറ്റൊരു സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് സർട്ടിഫിക്കേഷൻ കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക. ഓക്കെ. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഫില്ല് ചെയ്യുക. ഓക്കെ. എക്സ്പീരിയൻസ്, ജോബ് ടൈറ്റിൽ കൊടുക്കുക, സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക, എംപ്ലോയർ ഓർ കമ്പനി, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനി കൊടുക്കുക, എൻഡ് ഡേറ്റ് കൊടുക്കുക, ജോബ് ടൈറ്റ് കൊടുക്കുക. ഓക്കെ. ഫുൾ ടൈം, പാർട്ട് ടൈം, കോൺട്രാക്ട്, ടെമ്പററി. ഓക്കെ. വർക്കിംഗ് ഫീൽഡ് കൊടുക്കുക, അതേപോലെ വർക്ക് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കൊടുക്കുക, വർക്കിംഗ് സബ് സെക്ടർ കൊടുക്കുക. ഓക്കെ. ദെൻ നിങ്ങളുടെ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എക്സ്പീരിയൻസ് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് പ്രോജക്ട്സ് കൊടുക്കുക. ഓക്കെ. ആഡ് പ്രോജക്ട്സ്, പ്രോജക്റ്റ് ടൈറ്റിൽ കൊടുക്കുക, ക്ലയൻറ്റ് കൊടുക്കുക, പ്രോജക്റ്റ് സ്റ്റാറ്റസ് കൊടുക്കുക, ഫിനിഷ്ഡ് ആണോ, ഇൻ പ്രോഗ്രസ് ആണോ. ഓക്കെ. ദെൻ വർക്ക് ഫ്രം കൊടുക്കുക, വർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു പ്രോജക്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനുകൾ കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് പ്രോജക്ട്സ് ആഡ് ചെയ്യാൻ ആഡ് പ്രോജക്ട്സ് കൊടുക്കുക, ആ ഒരു പ്രോജക്റ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ATS ഫോർമാറ്റിലുള്ള ഒരു CV നിങ്ങൾക്ക് ജനറേറ്റ് ആയി കിട്ടും. ആ ഒരു CV എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ് വ്യൂ റെസ്യൂം. ഓക്കെ. ഓക്കെ. ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ATS ഫോർമാറ്റിലുള്ള ഒരു CV ആണ് ഇപ്പോൾ ജനറേറ്റ് ആയി വന്നിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. ഈ CV നിങ്ങൾക്ക് ഈ ഒരു ATS ഫോർമാറ്റിലുള്ള ഒരു CV നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് PDF. ഓക്കെ. ഇനി ആ ഒരു CV നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു CV ആണിത് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്ത് എന്ത് ചെയ്യുക, ഒരു ജോബ് സീക്കർ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ CV ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ.